ഏറ്റവും നല്ല സുഹൃത്തുക്കളൊരാളാണ്. അതിനെപ്പറ്റി പലതും ഒക്കെ പറയാറുണ്ട്. സാധാരണ ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ഈ പറഞ്ഞാൽ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്ത് ചെല്ലു പറയല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നുന്ന ചിലപ്പോൾ പറയും. അങ്ങനെ പറയുമ്പം ചിലപ്പോൾ ഒരാവശ്യമില്ല, പറയേണ്ട കാര്യമില്ലായിരിക്കും അത്. പക്ഷെ ഇത്ര വലിയ അപകടമല്ല പറഞ്ഞുകൊണ്ട്. മമ്മൂട്ടി അങ്ങനെ പറയാവോ എന്നൊക്കെ ചിലർ പറയും. അതൊക്കെ ആയിരിക്കാം. അയാൾ നല്ലൊരു വളരെ വളരെ നല്ലൊരു സാധാരണ മനുഷ്യനാണ്. കണ്ടിരിക്കുന്ന അയാളിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഇന്നും അയാൾക്ക് പുതിയ റോളുകൾ അഭിനയിക്കണം, പുതിയ സിനിമ ഉണ്ടാവണം, സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴും പുള്ളിക്ക് ഇപ്പൊ ഇന്നലെ അഭിനയിക്കാൻ വന്ന ഒരു നടനെ പോലെ പുള്ളി അവരെക്കാട്ടിലൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അടുത്തൊരു പടം ചെയ്യാൻ, ഒരു പടം നല്ല പടം ചെയ്യാൻ തന്നെ പരിപാടി. ഇത് ഇങ്ങനത്തെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മനസ്സിൽ സിനിമയെ താലോലിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളിക്കൊരു ഒരാഴ്ച പോലും വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അഭിനയിക്കണം, അത്രമാത്രം സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ചെയ്യുന്ന പ്രൊഫഷനോട് 100% അത് കാണിക്കാൻ വേണ്ടില്ല, അതിനോട് അത്രമാത്രം ആത്മാർത്ഥത ഉള്ള ഒരാളെ എനിക്കിഷ്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നായക കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരുപക്ഷെ അതിനകത്തുനിന്ന് പിൻവാങ്ങി നിൽക്കും പോലെയായിരുന്നു. പാട്ടൊക്കെ പാടി രഥോത്സവത്തിലൊക്കെ നല്ലൊരു പാട്ടൊക്കെ പാടി അഭിനയിക്കുന്നത് വിജയരാഘവൻ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നായകനായിട്ട് അഭിനയിക്കുന്നത് മടുത്തു പോയി. വലുതായിട്ടൊന്നും ചെയ്യാനില്ലാന്ന് തോന്നും. നമുക്ക് ഒരേ കഥാപാത്രം തന്നെ ചെയ്യുന്ന പോലെ തോന്നി എനിക്ക്. നായകനാകുമ്പോൾ പ്രായം കൂട്ടാൻ പറ്റില്ലല്ലോ ചെറുപ്പം. പക്ഷെ ഞാനിപ്പോ ഈ അപ്പൂപ്പന്റെ പ്രണയം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അയാൾ നായകനാ, പക്ഷെ അയാളുടെ പ്രണയം അത് എനിക്ക് ഭയങ്കര വ്യത്യസ്തമായ പ്രണയമാണ്. അപ്പൊ ഞാൻ കഥാപാത്രമാകുമ്പോഴാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. നായകൻ എന്ന് പറയുമ്പോൾ ഈ പണ്ട് കാലം പോലുള്ള നമ്മുടെ ശീലമാണ്. എന്തിനേയും അതിജീവിക്കുന്ന, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന ഹീറോ. ആ ഹീറോയിസം നമ്മുടെ ഇവിടെ നായകനും ഹീറോയും ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ നായകനും ഹീറോയും ഒന്നല്ല. നായകൻ എന്ന് പറഞ്ഞാൽ ഒരു ആദിമധ്യാന്തമുള്ള കഥയിൽ നയിക്കുന്നയാളാണ്, കഥ കൊണ്ടുപോകുന്ന. ചിലപ്പോൾ ഒരു പട്ടിയാവാം നായകൻ, അല്ലേ? അങ്ങനത്തെ കഥകളില്ലേ. ഹീറോ എന്ന് പറയുന്നത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് തട്ടിമറിച്ച് മുന്നേറുന്ന ശക്തനായ ഒരാളാണ് ഹീറോ. നമ്മുടെ സിനിമയിൽ എപ്പോഴും ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്യും. അപ്പൊ പിന്നെ അവന്റെ വിജയം, അവന്റെ വളർച്ച, അവന്റെ നന്മ, അവന്റെ കാമുകി, അങ്ങനെ അല്ലാതെ അയാളുടെ പരാജയം എന്ന് പറഞ്ഞ സിനിമയിലില്ല. അങ്ങനെ വരുമ്പം അതിനൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും. സ്വഭാവം എന്താ? ഒരു പ്രത്യേക ഫ്രെയിമുണ്ട്. അവനതേ ചെയ്യുള്ളൂ, അവൻ ജയിച്ചിരിക്കും. പിന്നെന്താ? അത് നമുക്ക് എന്ത് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും? ഞാൻ മത്തായി ആയാലും ഗോപാലാണെങ്കിലും അഷ്റഫ് ആണെങ്കിലും എന്ത് പേര് മാറ്റി വേണേ ഇടാമെന്നല്ലാതെ ആ കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് വലിയ മുന്നൊരുക്കങ്ങളൊന്നും വേണ്ട. കാലത്തിൽ 100 വയസ്സുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യവും കൂടെയാണ്. ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ക്യാരക്ടർ 100 വയസ്സ് എന്നുള്ളത് മാത്രമാണോ? 100 വയസ്സുള്ള ആളല്ല. ഒരു ലൈഫുണ്ട്. അയാളുടെ ഒരു കുട്ടിക്കാലമുണ്ട്. കുട്ടിക്കാലം മുതൽ ഇവിടം വരെയുള്ള ലൈഫാണ്. കുട്ടിക്കാലം ഒരു 10-20 വയസ്സുള്ള അത് ഞാനല്ല.